ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ ഫീച്ചറുകൾ തരുന്ന ആപ്ലിക്കേഷനും കൂടിയാണ് വാട്സപ്പ്. നമ്മളിപ്പോൾ എന്ത് ആവശ്യത്തിനും വാട്സപ്പാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. നോർമൽ കോള്, വീഡിയോ കോള്, മെസ്സേജ് ചെയ്യുക, അതുമാത്രമല്ല പേയ്മെൻറ്റ് വരെ, നമ്മളെ ഡോക്യുമെൻ്റ് ഡാറ്റകളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് ഒക്കെ വാട്സപ്പിലാണ് ചെയ്യുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ സുരക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാട്സപ്പിനും അറിയാം. വാട്സപ്പ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ, പുതിയ സെറ്റിങ്സുകളൊക്കെ തരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് വാട്സപ്പ് തന്നെ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്, ഈ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് മാത്രം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് 100% സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഏതാ സെറ്റിങ്സ്, എവിടെയാണ് ഉള്ളത്, അതെങ്ങനെയാണ് ഓണാക്കേണ്ടത്, വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ഒക്കെ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് വാട്സപ്പ് തുറന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് പോവാം. വാട്സപ്പ് തുറക്കുക, എന്നിട്ട് അതിൻ്റെ മേലെയുള്ള 3 കുത്തിയാൽ സെറ്റിങ്സ് വരും. ഈ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ അക്കൗണ്ട് കഴിഞ്ഞിട്ട് താഴെ പ്രൈവസി. ഈ പ്രൈവസി നമുക്ക് ഓപ്പൺ ചെയ്യാം. പ്രൈവസി ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് പോയാൽ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. പറയുന്നതൊക്കെ തിരിയുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോ. അഡ്വാൻസ് ഓപ്പൺ ചെയ്യുക. അഡ്വാൻസ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ ഭാഗത്ത് പുതിയ ഒരു സെറ്റിങ്സ് വന്നത് കാണാം. സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ്. ഇത് നമുക്ക് ഓണാക്കി കൊടുക്കുക. അതെങ്ങനെ ഓണാക്കേണ്ടത്? അത് ഓണാക്കാൻ വേണ്ടിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നവർ ഇങ്ങനൊരു പേജാണ് വരുന്നത്. സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് മേലെ വന്നേക്ക് അതിൻ്റെ താഴെ ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ലൊന്ന് വായിച്ച് നോക്കുക. അവിടെ നീലത്തിൽ ലേൺ മോർ എന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ ബ്രൗസർ കൂടെ വെബ് കൂടെ അറിയാം. ഇവിടെ നിങ്ങൾക്ക് ഈ പേജ് iOS-ലോ ആൻഡ്രോയിഡിലോ എവിടെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വ്യക്തമായിട്ട് ഇതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിക്ക് ഒന്ന് വായിച്ചു നോക്കുക. അക്കൗണ്ട് സെക്യൂരിറ്റി, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യണം, മെസ്സേജിങ്, കോൾസ്, അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. നമുക്കിത് ബാക്ക് വരാം. ഇവിടെ ഇത് എങ്ങനെ ഓണാക്കേണ്ടതിനുള്ള ഇതുണ്ട് കേട്ടോ. ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ താഴെ നെക്സ്റ്റ് ഉണ്ട്. ഈ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാക്കണം. ഇവിടെ ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാക്കാം. എന്തിനാ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മനസ്സിലാക്കുക? അബദ്ധവശാൽ ആരെങ്കിലും നിങ്ങളെ വാട്സപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണ നമ്മളെ നമ്പറിലേക്ക് വരുന്ന OTP. അതുപോലെ ആ OTP കൂടാണ്ട് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്പർ കൂടി വേണം വാട്സപ്പ് ലോഗിൻ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഈ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് ഇല്ലേ, അത് ഓൺ ചെയ്യണമെങ്കിൽ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യണം. അത് ടേൺ ഓൺ കൊടുക്കുക. ടേൺ ഓൺ കൊടുത്താൽ നമ്മളോട് മറന്നു പോകാത്ത ഒരു നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ പ്രത്യേക രീതിക്ക് ക്രിയേറ്റ് എ 6 ഡിജിറ്റ് പിൻ ദാറ്റ് യു ക്യാൻ റിമെമ്പർ. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന 6 അക്കങ്ങൾ കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയുക എന്താ കാരണം എന്ന് വെച്ചാൽ അതങ്ങാ മറന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് പോലും നിങ്ങളെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് മറന്നു പോകുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ആഡ് ചെയ്യാമെന്ന്. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാറ്റി ഓഫാക്കുകയൊക്കെ ചെയ്യട്ടോ. ഞാനിപ്പോൾ 1 2 3 3 2 1 ഇത് എൻ്റെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒന്നും അല്ല കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇത് കാണിച്ചു തരാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന ഞാനങ്ങ് മാറ്റും. അങ്ങനെ നിങ്ങൾ എൻ്റെ അറിയണ്ട. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി അത് തന്നെ എൻ്റർ ചെയ്തിട്ട് കൺഫേം ചെയ്യുക. എന്നിട്ട് അത് സേവ് കൊടുക്കുക. അത് ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഡണ്ണ് എന്നിട്ട് താഴെ ആ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്താൽ അടുത്ത സ്റ്റെപ്പാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ ഇതിൽ എന്തൊക്കെയാണ് നമുക്കുള്ള ബെനിഫിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. താഴെ ടേൺ ഓൺ എന്നുള്ള സ്വിച്ച് ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. മേലെ എഴുതിക്ക് ദി ഫോളോയിങ് സെറ്റിങ്സ് വിൽ ബി അപ്ഡേറ്റഡ് ആൻഡ് ലോക്ക്ഡ്. അതിൻ്റെ താഴെ എന്താ ഉള്ളത് വെച്ചാൽ കോൾസ് ആൻഡ് മെസ്സേജസ്, മീഡിയ ആൻഡ് അറ്റാച്ച്മെൻറ്റ്. ഈ മീഡിയകൾ അൺനോൺ സെൻഡേഴ്സ് എന്നുള്ള, അതായത് അറിയപ്പെടാത്ത നമുക്ക് പരിചയമില്ലാത്ത സ്കാമേഴ്സിൻ്റെ ഒക്കെ അടുത്തു നിന്നുള്ള മീഡിയകൾ അറ്റാച്ച്മെൻറ്റും ഒക്കെ ബ്ലോക്ക് ചെയ്യും. ഇതിൽ ബ്ലോക്ക് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിതിൽ ലിങ്ക് ഡിവൈസ് കൂടെ വേറെ ഏതെങ്കിലും ഡിവൈസിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിലും കിട്ടൂല. പിന്നെ ഗ്രൂപ്പ്സ്, നിങ്ങളെ കോണ്ടാക്റ്റിലുള്ള ആൾക്ക് മാത്രമാണ് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പ്രത്യേകം സെറ്റിങ്സുകൾ ഓരോന്ന് ചെയ്യേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾഡ് ആയിക്കോളും. പിന്നെ സൈലൻസ് അൺനോൺ കോൾസ്, ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ്, ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ്, പിന്നെ അക്കൗണ്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ. നമുക്ക് അതാത് സമയത്ത് ഓരോന്നിനും അതിൻ്റേതായ സമയത്ത് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ വരും. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിരിക്കും. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പ്രൈവസിയിൽ പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ പ്രൊട്ടക്റ്റ് IP അഡ്രസ്
ഇൻ കോൾസ്, ഇതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. വാട്സപ്പ് തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. നമ്മളെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റാറ്റസുകൾ അതാരൊക്കെ കാണണം, ഏതൊക്കെ സമയത്ത്. പിന്നെ വേറെ ഒന്നുണ്ട്, സ്കാമേഴ്സിനൊക്കെ നമ്മളെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോൾ ഓൺലൈനിലുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ വന്നതപ്പോൾ ഓഫ്ലൈനിൽ പോയതപ്പോൾ, ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാനാകില്ല നമ്മളിത് ഓണാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് താഴെ ടേൺ ഓൺ കൊടുക്കാം. ടേൺ ഓൺ കൊടുത്താൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഇത് ഞെക്കി കൊടുത്താൽ ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയായി ഓണായി കഴിഞ്ഞ്. ഓണാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പേജിൽ വന്നാൽ ഇവിടെ വ്യൂ ലോക്ക്ഡ് സെറ്റിങ്സ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ലോക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നുള്ള അവിടെ കാണുകയും ചെയ്യും. ഇനി ഇവിടെ ടേൺ ഓഫ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. നമുക്കിത് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് അന്നേരം തന്നെ നമുക്കിത് ടേൺ ഓഫ് ചെയ്യാനും പറ്റും. സംഭവം അങ്ങനെ അടിപൊളിയല്ല. ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നേരത്തെ വന്നതിന് തൊട്ട് തന്നെ പ്രൈവസി ഭാഗത്ത് വന്ന് താഴെ അഡ്വാൻസ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓണായി കിടക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യുക. ഈ പറഞ്ഞൊക്കെ തിരിഞ്ഞിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഡാറ്റകൾ ഒരുപാട് വാട്സപ്പിൽ ഉണ്ടെങ്കിൽ, നിങ്ങളെ അക്കൗണ്ട് സെക്യൂറായി നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് ഓൺ ചെയ്തോ. ഈ സെറ്റിങ്സ് അഡ്വാൻസ്ഡ് ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, അപ്ഡേറ്റ് ചെയ്താൽ വന്നോളൂ. പുതിയ അപ്ഡേറ്റിൽ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്, ഒരു സെറ്റിങ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്കും വന്നോളും. നമ്മളിപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പിന്ന് കൊടുത്തിക്കില്ലേ, അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാൻ ഇവിടെ പ്രൊഫൈലിൻ്റെ താഴെയുള്ള അക്കൗണ്ട് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്താൽ ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗമുണ്ട്, അത് കിട്ടും. അവിടെ 2 ഓപ്ഷനാണ് നമുക്ക് ഉണ്ടാകുക. ഒന്ന് ടേൺ ഓഫ്, ഒന്ന് ചേഞ്ച് പിന്ന്. നമ്മൾ ഈ സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ടേൺ ഓഫ് ചെയ്യാനാകുക കേട്ടോ. അത് ഓഫാക്കിയാലാണ് ഇത് ടേൺ ഓഫ് ആക്കാനാവും. പിന്നെ ചേഞ്ച് ആക്കേണ്ടിയ താഴെ ചേഞ്ച് പിന്നുള്ള ഈ ഓപ്ഷനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് പുതിയൊരു പിൻ ആഡ് ചെയ്ത് കൊടുക്കുക. പുതിയൊരു പിൻ ആഡ് ചെയ്തിട്ട് കൺഫേം ചെയ്ത് അത്രയും സെറ്റ് ചെയ്താൽ മതി. ഇവിടെ സേവ് കൊടുത്താൽ മതി. നെക്സ്റ്റിൽ സേവ് ഉണ്ടാവും, സേവ് കൊടുത്താൽ മതി. അവിടെ നിന്ന് ഈസി ആയിട്ട് അത് മാറ്റുകയും ചെയ്യാം. ഈ സംഗതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്. അത് നമുക്കൊരു ബൂസ്റ്റാണ്. പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു ബൂസ്റ്റ്, ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മേപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.